മക്കളെ, ഈ അത്ഭുത പ്രാർത്ഥന നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേരണം. കാരണം പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തി തന്ന പ്രാർത്ഥനയാണ്. അതിനാൽ തന്നെ നിങ്ങൾ മുഴുവനായിട്ട് പങ്കുചേർന്ന് നിങ്ങളുടെ ആവശ്യങ്ങൾ ഞാൻ പറയുന്ന സമയത്ത് ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ സമർപ്പിക്കുകയും അതുപോലെ തന്നെ മക്കളെ, ഈ പ്രാർത്ഥന നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നത് പരിശുദ്ധി അമ്മമാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തതിനാലാണ്. അതിനാൽ തന്നെ നിങ്ങൾ ചാനൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ അതീവ ഭക്തിയോടുകൂടെ തന്നെ നിങ്ങൾ പങ്കുചേരുക. അങ്ങനെ പങ്കുചേർന്ന് കഴിയുമ്പോൾ നിങ്ങൾ പരിശുദ്ധി അമ്മമാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുകയാണ് ചെയ്യുന്നത്. അനേകം മക്കളാണ് ഇത്തരത്തിൽ പരിശുദ്ധി അമ്മമാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധി അമ്മമാതാവ് നടത്തി കൊടുക്കുന്നത്. മക്കളെ, നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതെല്ലാം തന്നെ പരിശുദ്ധി അമ്മമാതാവിന് സാധിച്ചു തരണം. അതിനായിട്ടാണ് പരിശുദ്ധി അമ്മമാതാവ് നിങ്ങളെ സ്വന്തം മക്കളായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളെ ഞാൻ എക്കാലവും ചേർത്ത് പിടിക്കുമെന്നും അവർക്കൊരു ആപത്തും ഒരപകടവും കൂടാതെ പരിശുദ്ധി അമ്മമാതാവ് ആ മക്കളെ സംരക്ഷിക്കുമെന്നും പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണ്. അത് ചെയ്യുക തന്നെ ചെയ്യുന്നുമുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എല്ലാ ദിവസവും ഒരുക്ക പ്രാർത്ഥനയിൽ ലൈവിലും പങ്കെടുക്കുന്ന മക്കളെല്ലാവരും എൻ്റെ സ്വന്തം മക്കളാണെന്ന് പരിശുദ്ധി അമ്മമാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അമ്മേ മാതാവേ, ഈ മക്കളുടെ ഓരോ പ്രശ്നങ്ങളും ഞാൻ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മമാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവേ, ഈ മക്കൾ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന മക്കളാണ് പരിശുദ്ധി അമ്മേ മാതാവേ. ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% സക്സസ് ആകുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, എത്രത്തോളമാണ് പരിശുദ്ധി അമ്മ മാതാവ് സ്വന്തം മക്കളായി തീരുന്ന മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നത്, അതുപോലെ തന്നെ ഈ മക്കളെയും പരിശുദ്ധി അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. അമ്മേ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളും ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ടുള്ള ലൈവിൽ നിർബന്ധമായും പങ്കുചേരുക. കാരണം നാളത്തെ ലൈവിൽ പരിശുദ്ധി അമ്മ മാതാവ് തിരഞ്ഞെടുത്ത 30 അച്ഛന്മാർ വിവിധ പള്ളികളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ലൈവിൽ പങ്കുചേരുക. പരിശുദ്ധി അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, കടബാധ്യതയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, അവരുടെ കടബാധ്യത പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മേ മാതാവേ, ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, അവരുടെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന ആ സാഹചര്യം പൂർണ്ണമായിട്ടും എടുത്തു നീക്കുവാൻ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. സാമ്പത്തികപരമായിട്ട് എത്രത്തോളം തകർന്നു നിൽക്കുന്ന മക്കളാണെങ്കിലും അതിലെല്ലാം പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളുടെ സാമ്പത്തിക സ്ഥിതിയിൽ അമ്മ മാതാവ് ഉയർച്ച കൊണ്ടുവരണമേ. അമ്മേ മാതാവേ, ഈ മക്കൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ 100% സക്സസ് ആയി മാറുവാൻ പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അതുപോലെ തന്നെ അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കണമേ. ഒരാപത്തോ ഒരപകടമോ കൂടാതെ ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ ഭവനത്തിൽ സന്തോഷ സമാധാനം നിറയ്ക്കണമേ. അതുപോലെ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിച്ചുകൊണ്ട് ആ ഭവനത്തിൽ സന്തോഷ സമാധാനം നിറയ്ക്കണമേ. സാമ്പത്തിക ഉയർച്ചകളും ആ കുടുംബത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് സാധിച്ചു നൽകണമേ. അമ്മേ മാതാവ്, ജോലിയില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മേ മാതാവേ, ജോലിയില്ലാത്ത മക്കൾക്ക് ജോലി ലഭിക്കുവാനായിട്ട് പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. ആ മക്കൾ ആഗ്രഹിക്കുന്ന ജോലി പരിശുദ്ധി അമ്മ മാതാവ് ആ മക്കൾക്ക് നൽകണമേ. പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കൾക്ക് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കി കൊടുക്കുമെന്ന് പരിശുദ്ധി അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത്തരത്തിൽ ഈ മക്കളെയും പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈ മക്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പരിശുദ്ധി അമ്മ മാതാവ് സാധ്യമാക്കി കൊടുക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ എല്ലാ തരത്തിലും അനുഗ്രഹിക്കണമേ. ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധി അമ്മേ മാതാവേ, അവരാഗ്രഹിക്കുന്ന ഗവൺമെൻറ് ജോലി ആ മക്കൾക്ക് ലഭിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മേ മാതാവേ, ഈ മക്കളെ എല്ലാ തലത്തിലും ജോലി സംബന്ധമായ എന്ത് കാര്യമാണെങ്കിലും അതിലെല്ലാം പരിശുദ്ധി അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് സംരക്ഷിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധി അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ മക്കളെ പരിശുദ്ധി അമ്മ മാതാവ് എക്കാലവും ചേർത്ത് പിടിക്കുമെന്ന് പറയുന്നതിനെ ഓർത്ത് ഞാൻ അവിടെ നന്ദി പറയുവാണ്. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിശുദ്ധി അമ്മ മാതാവ് എടുത്തു നീക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അതുപോലെ തന്നെ ഉയർന്ന സാലറിയോടുകൂടെ ജോലി ലഭിക്കുവാൻ പരിശുദ്ധി അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി, വിസയ്ക്ക് വേണ്ടിയിട്ട്, എക്സാം എഴുതുവാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മക്കൾ ഇവരെല്ലാവരെയും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇവരെല്ലാവരെയും പരിശുദ്ധി അമ്മ മാതാവ് അവർക്ക് വേണ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. അതുപോലെ തന്നെ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. പരിശുദ്ധി അമ്മ മാതാവേ, അവരുടെ രോഗ സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ട്
പൂർണ്ണ ആരോഗ്യത്തോടു കൂടി അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. ഇനി ഒരിക്കലും അവർക്കൊരു രോഗവും പിടിക്കാതിരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് ഈ മക്കളെ സംരക്ഷിക്കണമേ. അമ്മ മാതാവിൻ്റെ സംരക്ഷണ വലയം ഈ മക്കളുടെ മേൽ ചേർക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. അമ്മേ മാതാവേ, അമ്മയുടെ പ്രകാശം ഈ മക്കളുടെ ഭവനത്തിലേക്ക് അടുപ്പിക്കണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ജന്മനായ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളിലൂടെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടിലൂടെയോ കടന്നു പോകുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ, അവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ സൗഖ്യപ്പെടുത്തണമേ. അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവിന് പ്രത്യേക കൃപയും ഇടപെടലും ഉണ്ടാവുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുവാണ്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾ ഏതെല്ലാം സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നു, ഏതെല്ലാം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നു, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രസൻസ് ഈ മക്കളോടൊപ്പം ഉണ്ടാവണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾക്കൊരു പൈശാചിക ഉപദ്രവമോ പൈശാചിക ഇടപെടലോ ഈ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെ അനുഗ്രഹിക്കണമേ. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ മാതാവേ, വിവാഹം നടക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുമായിട്ട് വിവാഹം നടക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് മക്കളുണ്ടാകാനുള്ള സാഹചര്യം പരിശുദ്ധ അമ്മ മാതാവ് ഒരുക്കണമേ. അത്ഭുതം നടത്തണമേ. പരിശുദ്ധ അമ്മ മാതാവേ, ഭവനമില്ലാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിലും സ്വന്തമായിട്ട് ഭവനമുണ്ടാകുവാൻ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. സ്ഥലവും വീടും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ആ കാര്യത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുണ്ടാകണമേ. അമ്മ മാതാവ് എല്ലാ തലത്തിലും ഈ മക്കളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവ്, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് അതിൽ ഇടപെടണമേ. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കണമേ. നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മേ മാതാവേ, ഇപ്പോൾ ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആവശ്യം അമ്മയുടെ പക്കലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കൾ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീർന്നുകൊണ്ട് അമ്മ മാതാവിനോട് എല്ലാ ദിവസവും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ കോടിക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് തിരഞ്ഞെടുത്ത് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേക കൃപയും ഇടപെടലും ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാവുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. എത്രയോ വലിയ സ്നേഹമാണിത്, എത്രയോ വലിയ കരുതലാണിത്. മക്കളെ പരിശുദ്ധ അമ്മയോട് കൂടെ ചേർന്ന് നൽകുക, ജീവിതം പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അമ്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അമ്മേ മാതാവേ, ഈ മക്കൾ അനുഭവിക്കുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പക്കലേക്ക് സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അമ്മേ മാതാവേ, അമ്മ മാതാവ് ഈ മക്കളിൽ ഇടപെടണമേ. ഈ മക്കളുടെ ഭവനത്തിന് പരിശുദ്ധ അമ്മ മാതാവ് ആശീർവദിക്കണമേ. ഈ മക്കളെ ഇപ്പോൾ തന്നെ ഈ കുരിശടയാളത്താൽ പരിശുദ്ധ അമ്മ മാതാവ്, ഈ കുരിശാൽ പരിശുദ്ധ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുവാണ്. മക്കളെ നിങ്ങൾ കുമ്പിട്ട് നിൽക്കുക. ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കുന്ന സമയമാണ്. പരിശുദ്ധ അമ്മേ മാതാവേ, ഈ മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളും ഈ നിമിഷം തന്നെ എടുത്തു നീക്കണമേ. ഈശോയോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പരിശുദ്ധ അമ്മ മാതാവ് എടുത്തു നീക്കണമേ. എത്ര പഴയ പൈശാചിക ബന്ധനമാണെങ്കിലും അതെല്ലാം തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ നിമിഷം തന്നെ ഈശോയോടൊപ്പം ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ മക്കളുടെ എല്ലാ പൈശാചിക ബന്ധനങ്ങളും പൊട്ടിപ്പോവട്ടെ. പരിശുദ്ധ അമ്മ മാതാവേ, ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണമേ. ഈശോയോടൊപ്പം ചേർത്ത് പിടിച്ച് പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ, എൻ്റെ സ്വന്തം മക്കളായി തീരുന്ന മക്കളെ ഞാൻ ഒരു തരത്തിലും ഒരു പൈശാചിക ശക്തിക്കും വിട്ടുകൊടുക്കത്തില്ല എന്നും, അവരെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉപദ്രവിക്കുന്നവരെ പരിശുദ്ധ അമ്മ മാതാവ് തകർത്ത് കളയുമെന്നും പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തി പറഞ്ഞ കാര്യമാണല്ലോ. അത്രത്തോളം സ്നേഹിക്കുന്നു, അത്രത്തോളം സ്നേഹം കൊണ്ടാണ് പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങളെ സ്വന്തം മക്കളായി തിരഞ്ഞെടുത്തത്. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളായി തീരുക. ലൈവിൽ പങ്കെടുത്ത് അമ്മ മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു. മക്കളെ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അമ്മ മാതാവ് നിങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മേ മാതാവേ, ഈ ചാനലിലെ പ്രാർത്ഥനകളെല്ലാം മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന മക്കളെ ഞാൻ പരിശുദ്ധ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനയ്ക്കെല്ലാം ആവശ്യങ്ങൾ കമൻറ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ആ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മ മാതാവ് ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് വൈകിട്ട് 7:30 പരിശുദ്ധ അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുക. നാളെ വൈകിട്ട് പരിശുദ്ധ അമ്മ മാതാവ് തിരഞ്ഞെടുത്ത 30 അനുഗ്രഹിക്കപ്പെട്ട അച്ഛന്മാർ വിവിധ പള്ളികളിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ലൈവിൽ പങ്കുചേരുക. പരിശുദ്ധ അമ്മ മാതാവ് നിങ്ങൾ എല്ലാവരും അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥന വഴി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.